ഹലോ, എല്ലാവർക്കും നമസ്കാരം. സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ രണ്ടാമത്തെ സെയിൽ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് ആഡ് ചെയ്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്ലാന്റ്സാണ്, പ്ലാന്റ്സിൻ്റെ റേറ്റ്, സൈസ് എല്ലാം അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയാത്തവരാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ പേര് അയച്ചു തന്നാലും മതി. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നതായി കാണുന്ന വയലറ്റ് കളറ് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചൈനീസ് വയലറ്റ് അല്ല ഇത്. അതിൻ്റെ പൂക്കൾ പോലെ തന്നെയാണ് ഏകദേശം പൂക്കൾ വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനുള്ളത് ഫിലോഡെൻഡ്രോൺ ബിർക്കിനാണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് സെയിലിനുള്ളത് മിൽക്കി ബാംബു ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഫിംഗർ അരേലിയ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ്. അടുത്തതായിട്ട് സെയിലിനുള്ളത് ഹൈഡ്രേഞ്ചിയ പ്ലാന്റ് ആണ്. ഹൈഡ്രേഞ്ചിയയുടെ ഈ ഒരു ബ്ലൂ കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. ഇതുപോലെ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. നമുക്ക് സീസണലല്ല ഈ ഒരു പ്ലാന്റ്, എല്ലാ സമയത്തും പൂക്കൾ തരും. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതേ സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് പീസ് ലില്ലിയുടെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതുപോലെ ലീഫിൽ വേരിയേഷൻ വരുന്ന ഇതേ സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് ബേബി ടിയർ പ്ലാന്റ് ആണ്. ബേബി ടിയറിൻ്റെ ഈ ഒരു പിങ്ക് കലർന്ന റെഡ് കളറിൽ ലീഫിൽ വരുന്ന പ്ലാന്റ് ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതേ സൈസിലുള്ള പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഇതായി കാണുന്ന വൈറ്റ് കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. ഇതും സീസണൽ പ്ലാന്റ് അല്ല, എല്ലാ സമയത്തും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് ചെടി നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ മുട്ടുകളായിട്ട് നിൽക്കുകയാണ് പ്ലാന്റ്സ് എല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് കോഫിയ പ്ലാന്റ് ആണ്. കോഫിയുടെ ഈ ഒരു യെല്ലോ കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സെയിലിനുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് യെല്ലോ കോഫിയ സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ റെഡി ആയിട്ടുണ്ട്. യെല്ലോ കോഫിയുടെ ഇലകൾ കാണാനും നല്ല ഭംഗിയാണ്. നല്ലൊരു തിളക്കമൊക്കെയുള്ള ഇലകളാണ് കോഫിയ പ്ലാന്റിന് വരിക. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് സ്പൈറൽ കോസ്റ്റസ് പ്ലാന്റ് ആണ്. വേരിഗേറ്റഡ് പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയാണ് ഇലകൾ കാണാനായിട്ട്. ഗ്രീനും അതുപോലെ ഒരു വൈറ്റ് കളറൂടെ ചേർന്ന് ഇലകളിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതേ സൈസിലുള്ള പ്ലാന്റിന് 25 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ബോട്ടിൽ ബ്രഷിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇതാണ് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ്സിൻ്റെ പൂക്കൾ വരിക. ഈ ഒരു കളറാണ് നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത്. ബോട്ടിൽ ബ്രഷിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് സെയിലിനുള്ളത് റിയോ പ്ലാന്റ് ആണ്. റിയോ ഗോൾഡൻ ആണിത്. ഒരു യെല്ലോ കളറ് വരുന്ന പ്ലാന്റ്. അപ്പോൾ ഇതിന് 25 രൂപയാണ് റേറ്റ് വരിക.
അടുത്ത പ്ലാന്റ് വരുന്നത് കാഷ്യൂറൈന പ്ലാന്റ് ആണ്. കാഷ്യൂറൈനയുടെ ഇതുപോലെ ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. നമ്മൾ കാഷ്യൂറൈന പ്ലാന്റ് ഹാങ്ങിങ് വെറൈറ്റി മുൻപ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താവുന്ന, അതല്ലെങ്കിൽ നിലത്തൊക്കെ നട്ടു കൊടുക്കാവുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. നമുക്കിത് ഷേപ്പിലൊക്കെ വെട്ടി ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതേ സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് റോസിഡ പ്ലാന്റ് ആണ്. റോസിഡയുടെ പിങ്ക് കളറാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ യെല്ലോയും നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഏഞ്ചലോണിയ പ്ലാന്റ് ആണ്. ഏഞ്ചലോണിയയുടെ ഈ ഒരു വയലറ്റ് കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഏഞ്ചലോണിയ പ്ലാന്റ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതേ സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഇതാണ് ഇതിൻ്റെ ലീഫ്. നല്ല ഭംഗിയാണ്, ഒരു ഹാർട്ട് ഷേപ്പിലാണ് ലീഫ് വരിക. അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് കുറച്ച് സിങ്കോണിയം വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഈ കാണുന്ന വേരിഗേറ്റഡ് സിങ്കോണിയമാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതും ഒരു മിനിയേച്ചർ സിങ്കോണിയം തന്നെയാണ്. ആദ്യം കാണിച്ചതിനെ കഴിഞ്ഞും കുറച്ച് വ്യത്യാസമുള്ള ലീഫാണ് വരിക. ഇതിനും 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് സ്ട്രോബെറി സിങ്കോണിയമാണ്. അപ്പോൾ ഇത് മിനിയേച്ചർ വെറൈറ്റി അല്ല, എങ്കിലും ഒരുപാട് വലുപ്പം വയ്ക്കാത്ത ടൈപ്പാണ്. ഇതിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് പെൻസിൽ കാറ്റസ് പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന, ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. നല്ല സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലവർ തരികയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത്തവണ നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട്. 20 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് യൂഫോർബിയ മിലിയാണ്. യൂഫോർബിയയുടെ മുള്ളില്ലാത്ത വെറൈറ്റിയാണിത്. നല്ല ഭംഗിയായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. സാധാരണ യൂഫോർബിയ പൂക്കളുടെ അത്രയും വലുപ്പം ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് എപ്പീസിയ പ്ലാന്റ് ആണ്. എപ്പീസിയയുടെ ഈ ഒരു യെല്ലോ കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സെയിലിനുള്ളത്. നല്ല വെറൈറ്റിയാണ് ഈ ഒരു എപ്പീസിയ പ്ലാന്റ്. സൗമി വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിൻ്റെ ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. നമുക്ക് ജിഫി ബാഗ് സെയിലിനുണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന എപ്പീസിയ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. എപ്പീസിയയുടെ മറ്റൊരു വെറൈറ്റി കൂടി നമുക്ക് സെയിലിനുണ്ട്. ഇതാണ് ഷിമറിങ് റെഡ് എന്നാണ് ഇതിൻ്റെ പേര്. റെഡ് കളർ ഫ്ലവറാണ് ഇതിൽ വിരിയുക. അതുപോലെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. നല്ലൊരു സിൽവർ കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഫിറ്റോണിയ പ്ലാന്റ് ആണ്. ഫിറ്റോണിയയുടെ ഈ ഒരു വെറൈറ്റി നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ക്രീപ്പിംഗ് ചാർലിയാണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക. വീണ്ടും പറയുന്നു, DTDC വഴി മാത്രമാണ് നമ്മൾ പ്ലാന്റ്സ് അയയ്ക്കുക. സ്പീഡ് പോസ്റ്റ് നിലവിൽ നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ട്രാക്കിംഗ് നമ്പർ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ട്രാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്ലാന്റ്സ് കൈപ്പറ്റുക. അതുപോലെ പല പ്ലാന്റ്സും നമുക്ക് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് എത്രയും വേഗം തന്നെ ഓർഡർ കൺഫേം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തുടർന്നും വീഡിയോസൊക്കെ കണ്ടിന്യൂ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ടാറ്റാ.